വിശാലമായൊരു കാട്ടിൽ ശക്തനായ ഒരു മരം മാത്രം ഇല പൊഴിയാൻ വിസമ്മതിച്ചു. ഇല പൊഴിയും കാലം മറ്റെല്ലാ മരങ്ങളും ഇല പൊഴിഞ്ഞപ്പോഴും ഇവൻ മാത്രം ചിന്തിച്ചു, ഞാൻ എന്തിന് വെറുതെ എന്നെ വേദനിപ്പിക്കണം. അങ്ങനെ ഇല പൊഴിയും കാലം കഴിഞ്ഞുപോയി. വസന്തം വന്നു. ബാക്കി എല്ലാ മരങ്ങളും പൂത്തുലഞ്ഞു. അതിൻ്റെ ഭംഗി ഈ ലോകത്തിന് എല്ലാത്തിനും കൊടുത്തു. പക്ഷേ ഈ മരം മാത്രം അപ്പോഴും പഴമയിൽ തന്നെ നിലനിന്നു. അത് ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു. കാറ്റ് രഹസ്യമായി അതിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു, നീ എന്താ മാറ്റത്തിന് വിധേയമാകാത്തത്? നിനക്കറിയില്ലേ, മാറ്റം വേദനയാണെങ്കിലും അതിൽ നിന്നും വരുന്ന ഫലം വളരെയേറെ ആസ്വാദ്യമാണെന്ന് നിനക്കിനി വേറെ ആരെങ്കിലും പറഞ്ഞു തരണമോ? കാറ്റിൻ്റെ വാക്കുകൾ മരത്തിൻ്റെ ഹൃദയത്തിൽ പതിച്ചു. അത് തന്നെ അങ്ങ് കാറ്റിന് വിട്ടുകൊടുത്തു. കാറ്റ് അതിനെ ഒന്ന് ആടി ഉലയിച്ചു. എല്ലാ ഇലകളും പൊഴിഞ്ഞ് വീണ്ടും വസന്തത്തിന് വരവേൽക്കാൻ കണക്കിന് മരം മാറി. അത് പൂത്തുലഞ്ഞു. ഇത് ഖലീൽ ജിബ്രാന്റെ ഒരു കഥയാണ്. അദ്ദേഹം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഇത്ര മാത്രമാണ്: ചില മാറ്റങ്ങൾക്ക് നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. എന്നാൽ മാത്രമേ അടുത്ത സന്തോഷത്തിന്റെ പടിയായി തുറവിയുടെ വാതിലുകൾ അവിടെ തുറക്കപ്പെടുകയുള്ളൂ. മാറ്റത്തെ ഭയപ്പെടാതെ അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. പുതിയൊരു വസന്തത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കണമെങ്കിൽ മാറ്റം എല്ലാ ജീവിതങ്ങളിലും അനിവാര്യമാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം.